ലോക കേരള സഭയിൽ ഇപ്പം ഞാൻ മൂന്നാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ആദ്യം വന്നതിൽ രണ്ടാമത് അതിനെക്കാട്ടി നല്ല പോലായിരുന്നു. അതിൽ കഴിഞ്ഞിപ്പോൾ മൂന്നാമത് വന്നപ്പോൾ അതിനെക്കാട്ടിയും ബെറ്ററായിട്ട് ഒരുപാട് ആൾക്കാരും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ള ഒത്തിരി ജനങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോക കേരള സഭയെന്ന് പറയുന്നത് പാവപ്പെട്ടവന് വേണ്ടിയുള്ള ഒരു സഭയാണ്. കാരണം നോർക്ക ഇടപെട്ട് എവിടെ ഇപ്പോൾ ഞാൻ അന്നും സൗദിയിൽ പോയി അനുഭവിച്ച കാര്യങ്ങളൊക്കെ അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ പോകുന്ന പ്രവാസികൾക്കെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് പോയതുപോലെയല്ല. കാരണം ഇപ്പോൾ പോകുന്ന പ്രവാസികളൊക്കെ നല്ല മൊബൈലൊക്കെ ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ഇപ്പം നമുക്ക് എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചാലും അവസരം വിളിച്ച് മറ്റുള്ളവരുടെ പറയാനും അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെടാനുമുള്ള ഒരവസരങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ അന്നത്തെ അനുഭവം ഇപ്പോൾ ഒരിക്കലും ആർക്കും വരത്തില്ലെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അന്ന് ഫോണില്ലായിരുന്നു. ഒരു കത്തയക്കണമെങ്കിൽ 2 മാസമൊക്കെ പിടിക്കുമായിരുന്നു കത്തയക്കണമെങ്കിൽ. ഒക്കെ അന്നത്തെ ഒരു ജീവിതം അന്നത്തെ അവിടുത്തെ അവസ്ഥയൊക്കെ അങ്ങനത്തെ ആയിരുന്നു. ഇപ്പോൾ അവിടെയും എല്ലാം നല്ല പുരോഗമനമായിട്ട് വരികയാണ്. കാരണം അവിടെ അന്ന് സിനിമ തിയേറ്റർ ഇല്ലായിരുന്നു, മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അതെല്ലാം അവിടെ ആയിക്കഴിഞ്ഞ്. ഈ സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ നല്ലൊരു രാജ്യമാണ്, നല്ല നല്ല ആൾക്കാരുമാണ്. പക്ഷേ അത് ഒറ്റപ്പെട്ട ഒരു സംഭവം നമ്മുടെ നാട്ടിലുള്ളതുപോലെ അവിടെയും ഉണ്ട്. അങ്ങനെ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ് എനിക്കും സംഭവിച്ചത്. അല്ലാതെ അവിടെ എല്ലാവരും ഇങ്ങനത്തെ ആൾക്കാരാണെന്നൊന്നുമല്ല. ഇവരെല്ലാം നല്ല നല്ല ആൾക്കാരാണ്. എന്നെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അറിവ് തന്നെയാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പടം ഇറങ്ങിയതിൽ പിന്നെ എന്നെ ഒരു കോടീശ്വരനായിട്ടാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഇല്ല. എനിക്കാരും കോടികളൊന്നും തന്നിട്ടുമില്ല. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ ഓരോരുത്തർ എന്നെ ഇങ്ങനെ ആൾക്കാരൊക്കെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനൊരു കോടീശ്വരനാണ്, അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം മറ്റുള്ള അതൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്നെക്കൊണ്ട് ഒക്കുന്ന എനിക്ക് കിട്ടിയതിൻ്റെ ഒരു ഓഹരി ഞാൻ ഈ പാവപ്പെട്ടവർക്കൊക്കെ പുസ്തകം വായിക്കാനും അങ്ങനെയുള്ളവർക്കും മരുന്നിനും ഒക്കെ ആയിട്ട് കൊടുക്കുന്നുമുണ്ട്. അപ്പം അല്ലാതെ ഞാനൊരു കോടീശ്വരനൊന്നും അല്ല. പിന്നെ ഈ സിനിമ ഇറങ്ങിയപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പോകാനൊക്കെ പറ്റിയൊരു അവസരം കിട്ടി, അത് മാത്രമേ ഉള്ളൂ.